ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ജനത ഈലാത്ത്, അതല്ലെങ്കിൽ അഖബ എന്നൊക്കെ പേരുള്ള ഒരു കടൽ തീര ഗ്രാമത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഇന്നത്തെ ജോർദാനും സൗദിയുടെയും ഫലസ്തീനിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഇടമാണ്. ആ നാട്ടുകാരുടെ പ്രധാനമായ വരുമാന മാർഗം, ജീവിതോപാധി മീൻ പിടിക്കുക എന്നത് തന്നെയായിരുന്നു. തൗറാത്ത് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടുന്ന ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായ ആരാധനകൾ കൽപ്പിക്കപ്പെട്ട ദിവസം അത് ശനിയാഴ്ച ആയിരുന്നു. നമുക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ. പക്ഷെ ആ ശനിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായ ആരാധനകളിൽ നിന്ന് മാറി മറ്റു ജീവിതോപാധികളിൽ മുഴുകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കരുത്, നിങ്ങൾ ആ ജോലിക്ക് പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. പക്ഷെ അവർക്ക് മീൻ പിടിക്കാൻ പാടില്ലാത്ത ശനിയാഴ്ച ദിവസത്തിൽ മത്സ്യങ്ങൾ മൊത്തത്തിൽ കരയിലേക്ക് അടുത്തു വരുന്ന കാഴ്ചയാണ് ഈ ജനത കാണുന്നത്. എന്നാൽ തൊട്ടു പിറ്റേ ദിവസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയുമില്ല. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അത്. ആ നാട്ടിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 തരം ആളുകൾ ഉണ്ടായി. അതിൽ ഒന്നാമത്തെ കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാൻ ചില വളഞ്ഞ മാർഗങ്ങൾ അവർ കൊണ്ടുവന്നു. മീൻ പിടിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അവർ സമുദ്രത്തിൽ നിന്നൊരു കൈവഴി ഉണ്ടാക്കി കുറച്ചപ്പുറത്ത് ഒരു ചെറിയ ഒരു കുളം പോലെ കുത്തി അതിലേക്ക് ഈ ശനിയാഴ്ച ദിവസം മത്സ്യങ്ങളെ തെളിച്ചു കൊണ്ടുവന്നു. അതിൽ മത്സ്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവരാ വഴി അടക്കും. എന്നിട്ട് ഞായറാഴ്ച ദിവസം പോയിട്ട് അവരാ മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവരും. ചില ആളുകൾ ഇത്തരത്തിൽ ഉപായം പ്രവർത്തിച്ചു. ഒന്നാമത്തെ കൂട്ടം ആളുകൾ. രണ്ടാമത്തെ കൂട്ടം ആളുകൾ, നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ സൂചനകളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കലാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞ രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഉണ്ടായി. മൂന്നാമത്തെ കൂട്ടം ആളുകൾ, ഞാനത് ഈ ഉപായത്തിന് പോകുന്നില്ല, ഞാൻ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ മറ്റു മാർഗങ്ങൾ തേടുന്നില്ല, അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിച്ചോട്ടെ, അതിൽ എനിക്കെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയെ തടുക്കാതിരുന്ന മൂന്നാമത്തെ കൂട്ടം ആളുകൾ. ഒന്നാമത്തെ കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് അവിടെ ഉപായം കണ്ടെത്തി. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അത് ചെയ്യരുതേ എന്ന് അവരെ ഉപദേശിച്ചു, നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടം ആളുകൾ, ചെയ്യുന്നവർ ചെയ്യട്ടെ, ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മൂന്നാമത്തെ കൂട്ടം ആളുകൾ. വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള ചരിത്രമാണ്. നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ബഖറയുടെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ. വലഖദ് അലിംതും അല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി, നിങ്ങളിൽ നിന്ന് സബത്ത് ദിനത്തിൽ, ശബ്ബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി വലഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, അതിക്രമം പ്രവർത്തിച്ച ആളുകളോട് പടച്ച റബ്ബ് പറയുകയാണ്, ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായി മാറുക. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ആ തിന്മ ചെയ്ത ആളുകൾ കുരങ്ങുകളായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 65-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 165-ാമത്തെ ആയത്ത്, അതിൻ്റെ 166-ാമത്തെ ആയത്ത്, 4-ാം അധ്യായത്തിലെ 47-ാമത്തെ ആയത്ത്, 5-ാം അധ്യായത്തിലെ 60-ാമത്തെ ആയത്തെല്ലാം ഈ ആളുകളുടെ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടും ആ കൽപ്പനയെ ധിക്കരിച്ച ആളുകളുടെ ചരിത്രം സവിസ്തരം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ തിന്മ ചെയ്ത ആളുകളെ അള്ളാഹു നിന്ദ്യന്മാരായ, നിന്ദ്യരായ കുരങ്ങുകളാക്കി മാറ്റി
എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള 2 കൂട്ടം ആളുകളുണ്ട്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ നിങ്ങൾ ഇത് അരുതേ, തിന്മ ചെയ്യരുതേ, ഇത് ശരിയല്ല എന്നവരെ താക്കീത് ചെയ്ത ആളുകളാണ്. അവരെ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരേറ്റവും നല്ല ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. മൂന്നാമത്തെ കൂട്ടം ആളുകൾ അവരിഷ്ടമുള്ളത് പ്രവർത്തിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ നിങ്ങൾ തിന്മ ചെയ്യരുതേ എന്ന് നന്മ കൽപ്പിച്ച ആളുകളോട് നിങ്ങൾ എന്തിനവരെ ഉപദേശിക്കുന്നു, അവരെ വേണമെങ്കിൽ പടച്ച റബ്ബ് ശിക്ഷിച്ചോളും എന്ന് പറഞ്ഞ് മൗനം പാലിച്ച ആളുകൾ. ഈ മൗനം പാലിച്ച ആളുകളെ എന്തു ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നേർക്കുനേർ സംസാരിക്കുന്നില്ല. പക്ഷെ മുഫസ്സിറുകൾക്കിടയിൽ അതിൽ ചർച്ചയുണ്ട്. 2 അഭിപ്രായമാണ് അതിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അതൊരു തിന്മയാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു അവർ ചെയ്യുന്നത്. ആ മത്സ്യത്തെ പിടിക്കാൻ ഉപായം കണ്ടെത്തിയ ആളുകൾ അത് തിന്മയാണ് അവർ ചെയ്യുന്നത് എന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ തിന്മയോട് ഒരു വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടില്ല. ഇതൊന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അവർക്ക് വേണമെങ്കിൽ ആ തിന്മ പ്രവർത്തിച്ചവരെ തടയാമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് വാക്കുകൊണ്ട് അരുതേ എന്നെങ്കിലും പറയാമായിരുന്നു. അത് പറയാത്ത കാരണത്താൽ രണ്ടാമത്തെ കൂട്ടം ആളുകളെയും, അല്ലെങ്കിൽ ആ തിന്മ അതിൽ മൗനം പാലിച്ച ആളുകളെയും ശിക്ഷിച്ചു എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, തിന്മ പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല പാഠം. ആ തിന്മ അത് അവർ പ്രവർത്തിച്ചോട്ടെ, ഞാൻ അതിലില്ലല്ലോ എന്ന് പറഞ്ഞ് തിന്മകളെ നോർമലൈസ് ചെയ്ത ആളുകൾക്കും അവിടെ താക്കീതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നാം ഓതി വെച്ചതിന്റെ തൊട്ടുശേഷമുള്ള ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഫജഅൽനാഹാ നകാറൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളതൻ ലിൽമുത്തഖീൻ. ഫജഅൽനാഹാ, ആ ശിക്ഷയെ നാം ആക്കിയിരിക്കുന്നു. ഏത് ശിക്ഷയെ? കുരങ്ങുകളാക്കി മാറ്റി എന്ന ശിക്ഷയെ. നകാറൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും പിന്നീട് വരുന്ന ആളുകൾക്കും ഒരു മാതൃകാപരമായൊരു ശിക്ഷയാക്കി നാം മാറ്റിയിരിക്കുന്നു. എന്നിട്ട് ചേർത്ത് പറയുകയാണ്, വമൗഇളതൻ ലിൽമുത്തഖീൻ, മുത്തഖികളായ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അതൊരു മൗഇളത്താണ്, അതൊരു ഉപദേശമാണ്. നമ്മളോടാണോ പറഞ്ഞു ഉപദേശം? പ്രിയപ്പെട്ടവർ, എന്തു പാഠം പഠിക്കാനുണ്ട് ഇതിൽ? സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവനാകണം ഒരു വിശ്വാസി. മൗനം പാലിക്കുന്നവരാകരുത്. സമൂഹത്തിലെ ഏത് തിന്മ വരുമ്പോഴും അതിനെന്തൊക്കെ ന്യായങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഇതാണ് ഒരു ഉത്ബുദ്ധരായ ഒരു ജനതയുടെ പ്രവർത്തനമെന്ന് ആരൊക്കെ ന്യായീകരിച്ചാലും ഒരു വിശ്വാസി അവിടേക്ക് ചെല്ലാൻ പാടില്ല എന്നാണ്. തിന്മകളെ തടുക്കാൻ, നന്മയെ കൽപ്പിക്കാൻ കഴിയുന്നവരായി വിശ്വാസികൾ മാറണമെന്ന വലിയ പാഠം പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. നമ്മുടെ ജനതയെക്കുറിച്ച് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് തിന്മകൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും മാസവും ദിവസവും എന്നല്ല, പല നിലക്കും തിന്മകൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിന് വലിയ പങ്ക് നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പോലും മീഡിയകൾക്ക് വലിയ പങ്കുണ്ട്. വളർന്നു വരുന്ന തലമുറ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ നാട്ടിലുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും. അവരുടെ സംസാര ശൈലിയിലെ പ്രയോഗങ്ങളെ പോലും സ്വാധീനിക്കാൻ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് കഴിയും. അവരുടെ വേഷവിധാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. ഒരു സമൂഹത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉള്ളപ്പോൾ പല മാധ്യമങ്ങളും മീഡിയകളും, സോഷ്യൽ മീഡിയകളാവട്ടെ അതല്ലാത്തതാവട്ടെ, ചില TV ഷോകളാവട്ടെ, ഇതൊക്കെ സമൂഹത്തിൽ വലിയ അധാർമികതകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ആളുകൾ ധരിക്കുന്നത് അവരുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഫാമിലി വ്ളോഗുകളായി യൂട്യൂബിലും മറ്റുമൊക്കെ കാണുമ്പോൾ ഇതാണ് കുടുംബജീവിതം. അവരുടെ അടിച്ചുപൊളി ജീവിതം കാണുമ്പോൾ എൻ്റെ കുടുംബം ഇങ്ങനെയല്ലല്ലോ, യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലേ കുടുംബമാകേണ്ടത്, അവരെന്ത് സന്തോഷത്തിലാണ് എന്നു കരുതി അതാണ് യഥാർത്ഥ ഇമ്പമുള്ള കുടുംബമെന്ന് തെറ്റിദ്ധരിച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്ന, അവരുടെ സംസാരങ്ങൾ കോപ്പി ചെയ്യുന്ന, അവരുടെ വേഷവിധാനങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന, അവരുടെ പ്രയോഗങ്ങളെ അവന്റെ സംസാരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഗൗരവത്തോടുകൂടി നമുക്ക് ചിലത് പറയാനുണ്ട്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ചിലതുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ
ഭാര്യ ഭർത്താക്കന്മാർ മാത്രം സംസാരിക്കേണ്ടുന്ന സംവദിക്കേണ്ടുന്ന കാര്യങ്ങളും കർമ്മങ്ങളും ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് മുന്നിൽ തുറന്നു വെച്ച് ആഭാസങ്ങൾ കാട്ടി അതിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടാകുന്ന ഒരു സമൂഹത്തിലല്ലേ കൂട്ടരെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് സ്വീകാര്യതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വർഷവും കഴിയുമ്പോൾ ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ പലർക്കും ചോദിക്കാം, എന്താ അധാർമികതകൾ വർദ്ധിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ എൻ്റെ നമസ്കാരവും നോമ്പും ഞാൻ എൻ്റെ സക്കാത്തും ഞാൻ എൻ്റെ ദീനും അനുസരിച്ച് നടന്നാൽ പോരെ, അവരങ്ങനെ നടക്കുമ്പോൾ അവരങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അവന് ജീവിതത്തിൽ എന്തു ആസ്വദിക്കാം? അവന് ജീവിതത്തിൽ ലഹരി ഉണ്ടാവാം, അവന്റെ ജീവിതത്തിൽ വ്യഭിചാരം ഉണ്ടാവാം. അതൊക്കെ വെറും ആസ്വാദനങ്ങളായി അവന് തോന്നും. ഈ ജീവിതത്തോടുകൂടി ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്ത എന്നത് മരണത്തോടുകൂടിയാണ് എൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന ആ യഥാർത്ഥ ജീവിതം പരലോകത്തെ എൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വേണ്ടുന്ന അവിടെ വിജയിക്കേണ്ടുന്ന വിഭവങ്ങൾ സ്വരൂപിക്കാൻ പടച്ച റബ്ബ് അല്പസമയം എനിക്ക് ആയുസ് തന്നു. ആ ആയുസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവരെ, തിന്മകൾ വ്യാപിക്കുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്ത് കഴിയാൻ കഴിയില്ല. അത് അവര് ചെയ്യട്ടെ, എനിക്കതിൽ ഞാനത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറയാൻ കഴിയില്ല. എന്തു സംഭവിക്കും? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, അവരുടെ ജനത, അദ്ദേഹത്തിന്റെ ജനത അവിശ്വാസികളായിരുന്നു. അവിശ്വാസം അവരിൽ വ്യാപിച്ചു കൊണ്ടിരുന്നു. അവർക്കിടയിൽ അന്ന് വരെ ലോകത്ത് കണ്ടുവന്നിട്ടില്ലാത്ത സ്വവർഗരതിയും സ്വവർഗ വിവാഹവും അവർക്കിടയിലേക്ക് കടന്നു വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഉണർത്തുന്നുണ്ട്. ഇന്നവരെ ലോകം കാണാത്ത തിന്മയാണ് കേട്ടോ എന്നവരെ ഉണർത്തുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് അയക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിൽ മലായിക്കത്തുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക് വരുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ, അവരെ അപായപ്പെടുത്താൻ ആ നാട്ടിലെ ആളുകൾ ഓടിക്കൂടുന്ന രംഗമുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്തറിയോ? ഇതെന്റെ അതിഥികളാണ്, ഇവരെ ആദരിക്കണം. എന്റെ പെൺമക്കളെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആശ്വസിപ്പിക്കുന്ന അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചു നോക്കൂ. ആ രാജ്യത്തെ, ആ നാടിനെ പടച്ച റബ്ബ് കീഴ്മേൽ മറിച്ചു എന്നാണ്. ഇന്നും ആ നാട് നിലനിന്ന പ്രദേശം അവിടെയുണ്ട്. ജോർദാനിലെ സദൂം എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ ഡെഡ് സീ എന്ന് പറയുന്ന, ചാവുകടൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. ആ പ്രദേശത്തെ പടച്ച റബ്ബ് കീഴ്മേൽ മറിച്ചു. അവർക്കിടയിൽ ലൈംഗിക വൈകൃതങ്ങൾ വ്യാപിച്ചിരുന്നുവെന്ന ആ ഒരു തിന്മ കാരണത്താൽ അവരെ കീഴ്മേൽ മറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മാലോകർക്ക് മുഴുവൻ ആ ചാവുകടൽ ഒരു പാഠമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ ഒരു പ്രശ്നമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വർഗ വിവാഹം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് നിയമപരിരക്ഷയും കിട്ടുന്ന ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതിന് സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ കിട്ടുന്നു. സമൂഹത്തിൽ ആളുകൾ, പൊതുസമൂഹം അംഗീകരിക്കുന്ന പലരും അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. പൊതു ഇടങ്ങളിൽ അതിന് വലിയ ഒരു മാർജിൻ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു മാർക്കറ്റ് കിട്ടുന്ന അവസ്ഥയുണ്ടാകും. അതൊന്നും ഒരു തിന്മയല്ല. ഇതൊക്കെ ആധുനിക സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടെങ്കിലേ നമ്മുടെ സമൂഹം ഏറ്റവും നല്ല സമൂഹമായി മാറൂ എന്ന രൂപത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല ലോകത്തിലെ വൈകൃതങ്ങൾ, ലൈംഗികമായത്. മൃഗങ്ങളുമായി രതി നടത്തണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ശവവുമായി രതി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ശവഭോഗികളുണ്ട്. അവര് നാളെ നമ്മുടെ ഉമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് കടന്നു വന്ന് ഇതിനും നിയമപരിരക്ഷ കിട്ടണം, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞു കടന്നു വന്നാൽ അതിനും നിയമപരിരക്ഷ കൊടുക്കലാണോ പ്രിയപ്പെട്ടവരെ ഒരു പുരോഗമനം എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ചാവുകടൽ വലിയൊരു പാഠമാണ്. ലൈംഗിക വൈകൃതങ്ങൾ മാത്രമല്ല, തിന്മയെക്കുറിച്ച് പറയുമ്പോൾ ലഹരിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രൂപത്തിലാണോ ലഹരി ഇന്ന് നമ്മുടെ ഉമ്മത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്? അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഒരു കൊലപാതകത്തിന്റെ വാർത്ത ആഴ്ചകളും മാസങ്ങളും ചർച്ച ചെയ്ത് അത് അങ്ങാടികളിലെ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ഇന്ന് ഒരു കൊലപാതകം ഇന്ന് വന്നാൽ വൈകുന്നേരം മറ്റൊരു കൊലപാതകം ഉണ്ടാകുന്നു. കൊലപാതകം ഒരു വാർത്തയേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലഘട്ടം വരാനുണ്ട്.
ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവൻ എന്തിനാണ് എന്നെ കൊല്ലുന്നത്, ഞാൻ എന്തിനു കൊല്ലപ്പെടണമെന്ന് അവൻ അറിയില്ല. കൊലപാതകിക്ക് ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ കൊല്ലുന്നത് എന്നറിയാത്തൊരു കാലഘട്ടം വരുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം വന്നില്ലയോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിലാണ് കൊലപാതകങ്ങളുടെ വർധനവുണ്ടാകുന്നത്. സാമ്പത്തികമായ ചൂഷണങ്ങൾ ഉണ്ടാകുന്നു. ആളുകളെ പരദൂഷണവും മറ്റും ലൈംഗിക ആരോപണങ്ങളും ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞു പരത്തി പ്രയാസപ്പെടുന്ന അവരുടെ വ്യക്തി ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ രൂപത്തില് ഒരുപാട് തിന്മകൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നാവ് കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, കേട്ടാൽ അറക്കുന്ന വാക്കുകൾ, അതിന്ന് നോർമലൈസാണ്. രണ്ട് കൗമാരക്കാര് കണ്ടാൽ അവര് പരസ്പരം പറയുന്നത് ഏതെങ്കിലും മൃഗത്തിന്റെ പേരോ അതല്ലെങ്കിൽ സമൂഹം വളരെ മോശമായി കണ്ടിരുന്ന ചില വാചകങ്ങളോ പ്രയോഗിച്ചുകൊണ്ട് അവരെ ചേർത്ത് വിളിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതൊന്നൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. അത് കേൾക്കുന്നവർക്കും അതൊന്നൊരു പ്രശ്നമല്ലാത്ത വിധത്തിൽ സമൂഹത്തിലേക്ക് ഇതിങ്ങനെ വരുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തിന്മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഇതിന് പരിഹാരം? എന്ത് പരിഹാരമാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുക? സമൂഹത്തിൽ തിന്മകൾ വളരുന്നു, പിന്നെ അതേപോലെ കുത്തഴിഞ്ഞ ലൈംഗികതകൾ ഉണ്ടാകുന്നു, ലഹരി വ്യാപിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമുക്കെന്തു ചെയ്യാനുണ്ട് എന്ന ഒരു സമൂഹത്തിൽ അധാർമികതകൾ കടന്നു വരുമ്പോൾ അവിടെ പ്രതിരോധിക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ പക്കൽ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും പക്കൽ ഉണ്ടാകേണ്ടത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. വിശുദ്ധ ഖുർആൻ ഒരു ഉത്തമ ജനതയുടെ ഗുണമായി എണ്ണിപ്പറയുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യവംശത്തിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. ഉത്തമ സമുദായമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ പരിചയപ്പെടുത്തി. എന്നിട്ട് ആ ഉമ്മത്തിന്റെ ഗുണങ്ങൾ എണ്ണി പറയാൻ ഒന്നാമത് പറഞ്ഞത് എന്തെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, അവര് സദാചാരം കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, അവര് ദുരാചാരത്തെ അവര് വിലക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. സദാചാരം കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. മൂന്നാമത് പറയാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ഒരു ഉത്തമ ഉമ്മത്തിനുണ്ടാകേണ്ടുന്ന, ഒരു സമുദായത്തിനുണ്ടാകേണ്ടുന്ന ഗുണമായി കൊണ്ട് പറയാൻ. സദാചാരം കൽപ്പിച്ചാൽ, നന്മ ഉപദേശിക്കാൻ പോയാൽ ഒരുപക്ഷെ ആളുകൾ കളിയാക്കിയേക്കാം. ശബ്ബത്ത് ദിവസത്തിന്റെ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ, ആ ചരിത്രത്തിൽ നന്മ ഉപദേശിക്കാൻ പോയ ആളുകളെ ചീത്ത പറഞ്ഞ് ആട്ടിയോടിക്കുന്ന ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ നന്മ ഉപദേശിക്കാൻ പോയാൽ നമ്മെ കളിയാക്കാൻ ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്ന് പരിഹസിക്കാൻ ആളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാധ്യത അവിടെ അവസാനിക്കുന്നില്ലെന്നാണ്, അവിടെ പരമാവധി ശ്രമിക്കണം എന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി, ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് അതിനെ മാറ്റട്ടെ, ആ തിന്മയെ ഇല്ലാതാക്കട്ടെ. മക്കളിൽ തിന്മ കണ്ടാൽ ഒരു വാപ്പക്ക് കൈകൊണ്ട് ചിലപ്പോൾ മാറ്റാൻ കഴിയും. ലഹരി ഉപയോഗിക്കുന്ന ലഹരി വസ്തു എടുത്തു മാറ്റാനും വലിച്ചെറിയാനും ഒരു വാപ്പക്ക് കഴിയും. ചിലയിടത്ത് കൈകൊണ്ട് പ്രതികരിക്കാൻ കഴിയും. കൈകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെ ശരിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് കഴിയട്ടെ. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ചരിത്രത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയത്. മൂന്നാമത്തെ കൂട്ടം ആളുകൾക്ക് അവരൊന്നും പറഞ്ഞില്ല. നാവ് കൊണ്ട് പറയാൻ കഴിയുന്നിടത്ത് നാവ് കൊണ്ട് പറയണം. ഇനി അതിനും സാധിക്കുന്നില്ല, ചിലരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പറയാൻ കഴിയില്ല, നമ്മുടെ സംസാരം അവിടെ എത്തുന്നില്ല, നമുക്ക് പറയാൻ കഴിയുന്നതിൽ അപ്പുറത്താണെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും, കൈകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല, നാവ് കൊണ്ട് പറയേണ്ട സാഹചര്യവുമില്ല, നമ്മുടെ വാക്കുകൾ എത്തുകയുമില്ല എങ്കിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ടൊരു വെറുപ്പ് ആ തിന്മയോടുണ്ടാവണം. ചേർത്ത് പറയാണ്, വദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണത്. ഏറ്റവും താഴ്ന്ന പടി ഏത്? ആ തിന്മയോടുള്ള ഒരു വെറുപ്പ് ഹൃദയത്തിൽ ഉണ്ടാവുക. ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഒരു തിന്മ കാണുമ്പോ ഒരു വെറുപ്പ് പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ അതിനില്ല എന്ന് പറയലല്ലാതെ ഒരു ഹൃദയത്തിൽ ഒരു വെറുപ്പെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ, ഈമാനിന്റെ ദുർബലമായ ഒരു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, നോമ്പാവട്ടെ, ഇതൊക്കെ നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമസ്കാരം ഒരാളെ തിന്മകളിൽ നിന്ന് അവനെ മുക്തമാക്കുമെന്നാണ്. ഒരു സക്കാത്ത് കൊടുക്കുക വഴി സാമ്പത്തികമായ രംഗം അവൻ്റെത് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. നോമ്പെടുക്കുക വഴി അവന്റെ ഹൃദയത്തെ വിമലീകരിക്കാൻ കഴിയുമെന്നാണ്.
ഇസ്ലാമിലെ ആരാധനകൾ പോലും ഇതേ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. ഈ ഉമ്മത്തിനോട്, നമ്മുടെ നാടിനോട് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ബാധ്യത എന്നത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ്. അത് എത്രത്തോളം കഴിയോ അത്രത്തോളം നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിലുള്ളത് പോലും നിരാകരിക്കാൻ കഴിയാതെ മൗനം പാലിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടില്ല. അതിപ്പോ ഞാൻ പറഞ്ഞാൽ പേരക്കുട്ടികൾ എന്ത് പറയും? കുട്ടികളല്ലേ, ഞാൻ പറഞ്ഞാൽ അവരെന്നെ കളിയാക്കിയാലോ, എന്നെ എന്തെങ്കിലും പേര് വിളിച്ച് അവരുടേതായ ഭാഷയിൽ കളിയാക്കിയാലോ എന്നു കരുതലല്ല. അവർ സ്വീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നന്മ കൽപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇതൊരു തിന്മ കാണുമ്പോൾ അങ്ങാടിയിൽ നിന്ന് അവനെ ചീത്ത പറയണമെന്നല്ല, വളരെ മാന്യമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കാൻ കഴിയണം. പള്ളികളിൽ നിന്നാവാം, എവിടെ നിന്നാവാം, നമസ്കാരത്തിലെ പിഴവുകളാവാം, അതല്ലാത്ത മറ്റുള്ളതാവാം, പ്രത്യക്ഷത്തിലുള്ള തിന്മകളാവാം, അത് ഏറ്റവും മാന്യമായ രൂപത്തിൽ അവർ ഉപദേശിക്കാൻ കഴിയണം. ഒരു ബഹുസ്വര സമൂഹത്തിലാകുമ്പോൾ എല്ലാവരും ദീനനുസരിച്ച് ജീവിക്കണം, നീ മുസ്ലിം ആവണം നിർബന്ധമാണ് എന്ന് പറയലല്ല നന്മ കൽപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. തിന്മകൾ ഉണ്ടാകുന്നിടത്ത് സമചിത്തതയോടുകൂടി സ്നേഹത്തോടുകൂടി ഉപദേശിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിരോധം കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന ബോധ്യം. ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ എൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും, ഞാൻ എൻ്റെ ഹിസ്റ്ററി മായ്ച്ചു കളഞ്ഞാലും ശരി, ഞാൻ എൻ്റെ വെബ് ബ്രൗസിങ്ങിന്റെ ഹിസ്റ്ററി മായ്ച്ചു കളഞ്ഞാലും ശരി, അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം. ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ്. രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല, നമുക്ക് മാത്രം അറിയുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില രഹസ്യങ്ങൾ, അത് വലിയ അഭിമാനമായി രാത്രി സംഭവിച്ചത് പകല് വന്ന് പറയുന്നവരുണ്ട്. പകല് സംഭവിച്ചു പോയ തിന്മയെ രാത്രി ആളുകളെ വിളിച്ചുകൂട്ടി പറയുന്നവരുണ്ട്. അരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോട്ടം കൊണ്ടുപോലും ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. തഖ്വ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഹിയ ഇബാദത്തുഹു, അത് ആരാധനയാണ്. ബിഫിഅലിൽ അവാമിരി വതർക്കിൻ നവാഹി അൻ ഖൗഫിൻ മിനല്ലാഹ്, അല്ലാഹനെ ഭയപ്പെട്ടിട്ട് നന്മ ചെയ്യുക, അള്ളാനെ ഭയപ്പെട്ടിട്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. ഈ വെള്ളിയാഴ്ച ദിവസം 1 മണിക്ക് ഞാൻ അങ്ങാടിയിലിരുന്നാൽ ആളുകൾ എന്നെ വഴക്കു പറയുമല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല പള്ളിയിലേക്ക് വരേണ്ടത്, അതിലുള്ള നന്മയെ പ്രതീക്ഷിച്ചു കൊണ്ടുവരണം. അപ്പൊ വ്യക്തിപരമായി നമുക്കൊരു ശുദ്ധി ഉണ്ടാവണം. അത് മാത്രം പോരാ, രണ്ടാമത്തെ നമ്മുടെ കുടുംബവുമായിട്ട് പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് നമ്മുടെ ഇടപെടൽ ഉണ്ടാവണം. കുടുംബത്തിന്റെ പ്രസക്തിയൊക്കെ പലപ്പോഴും ഈ ആധുനിക സമൂഹം എന്ന് പറയുന്നവർ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ വലിച്ചെറിഞ്ഞ് ഉപ്പയെയും ഉമ്മയെയും വേണ്ടെന്ന് പറഞ്ഞ് ഒരു സമാന്തര വീടുണ്ടാക്കി അവിടെ ചെന്നുകൊണ്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കി അതിൽ നിന്ന് അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വലിയ മാർക്കറ്റുകൾ ഉണ്ടാകുന്നു. കൗമാരക്കാർ അവരെ ചേർത്ത് പിടിക്കുന്നു, അവരുടെ കൂടെ നടക്കുന്നു, അവർക്ക് ലക്ഷോപലക്ഷം വ്യൂവേഴ്സ് ഉണ്ടാകുന്നു, വലിയ വരുമാനം ഉണ്ടാകുന്നു. ഇതാണ് ശരിയായ ജീവിതമെന്ന് കരുതി ചെറുപ്പക്കാർ മുഴുവൻ അതിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കാക്കണം, പോരാ വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണം കത്തിയാളുന്ന നരകത്തിൽ നിന്ന് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെയാണ്. നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്ന് മാതൃകകൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾക്കുള്ള ഏറ്റവും ചെറുപ്രായത്തിലെ അവർക്ക് വിദ്യാഭ്യാസം ദീനീപരമായത് കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ദീനീപരമായ വിഷയങ്ങൾ വീടുകളിൽ നിന്ന് പകർന്നു കൊടുക്കാൻ കഴിയണം. ശനിയും ഞായറും മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നൊരു വാപ്പയും ഉമ്മയും കരുതേണ്ടതില്ല. നമ്മുടെ കൈകളിലാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ. അവരെ ശരിയായ പാതയിലൂടെ നടത്താൻ ബോധപൂർവമായൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അവർക്ക് ദയയും കാരുണ്യവും തൗഹീദും എല്ലാം ചെറുപ്രായത്തിലെ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയരണം. അവരുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പരീക്ഷയിലെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതല്ലാത്ത ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ മക്കളുടെ ധാർമ്മികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, റബ്ബേ എന്റെ കുഞ്ഞിനെ സ്വാലിഹായി വളർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട്? എന്റെ മക്കളുടെ നമസ്കാരം നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര വാപ്പമാർക്കും ഉമ്മമാർക്കും കഴിയുന്നുണ്ട്? സ്വന്തത്തോട് പ്രിയപ്പെട്ടവരെ ചോദിച്ചു നോക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം. വ്യക്തികൾ നന്നായാൽ കുടുംബം നന്നാവും. ഒരുപാട് കുടുംബങ്ങൾ നന്നായാൽ
ആ സമൂഹം ഇങ്ങനെ നന്നാകുമെന്നാണ്. വ്യക്തികളും കുടുംബവും ഒത്തുചേരുമ്പോൾ ഉത്തമമായ സമൂഹം ഉണ്ടാകും. ആ സമൂഹത്തിനും ചില ബാധ്യതകളുണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മകൾ കൽപ്പിക്കാനും തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ, ആ തിന്മകളിൽ നിന്ന് വിരോധിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തൊക്കെ കഴിയുമോ, കുടുംബങ്ങൾ ഒത്തുചേർന്ന ഒരു സമൂഹത്തിന് എന്തു കഴിയുമോ, ഒരു വ്യക്തിക്ക് കഴിയുന്നതിനേക്കാൾ വലിയ ചെയ്തികൾ ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയും, ഒരു കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞ, ലഹരിക്കെതിരെ പോരാടാൻ ഒരു വ്യക്തി പ്ലക്കാർഡുമായി പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ, ഒറ്റക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഒരു സമൂഹത്തെ, ഒരു കൂട്ടായ്മയെ ചേർത്ത് നിർത്തിയാൽ അവിടെ ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാവണം. ലഹരിയിൽ മാത്രമല്ല, സമൂഹത്തിൽ വളർന്നു വരുന്നത് ഏതു തിന്മയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ ഉണ്ടാവണം. അത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, കുത്തഴിഞ്ഞ ലൈംഗികതക്കെതിരെ വല്ല കോടതിയിൽ വല്ല നിയമവും കൊണ്ടുവരാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ? നമ്മെ കൊണ്ട് അങ്ങനെ സ്വാധീനം ചെലുത്താൻ കഴിയുമോ? നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേ രൂപത്തിൽ അധാർമികതകൾ ഇങ്ങനെ വളർന്നു വരുമ്പോ അതിനെതിരെ ശബ്ദിക്കാൻ സമൂഹങ്ങളിൽ നിന്ന് കാണേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വിളിച്ച് അവർക്ക് ധാർമ്മികപരമായ ക്ലാസുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉടനീളം ഫാമിലി മീറ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഫാമിലി മീറ്റിന്റെ സമാപനം ഇതാ തൊട്ടടുത്ത് നമ്മുടെ മുന്നിലുണ്ട്. വിശദമായ ഖുതുബകൾക്ക് ശേഷം അതിനെക്കുറിച്ച് പറയും. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തെ അവിടെ കൊണ്ടുവരാൻ കഴിയണം. ഇതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അതേപോലെ എല്ലാത്തിനുമുപരി നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയണം. ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്തുകൊണ്ട് ലഹരിയെ എതിർക്കുന്നു? ലഹരി ഉപയോഗിച്ചാൽ അതിന് പ്രശ്നങ്ങളുണ്ട്, അവന്റെ ആന്തരികാവയവങ്ങൾ ശോഷിച്ചു പോകും എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. എല്ലാ തിന്മകളിലും ഇതുപോലെ തന്നെയാണ്. ആധുനിക സമൂഹം ഇന്ന് തിന്മയല്ല എന്ന് കരുതുന്ന, ഇന്നവർ ന്യായീകരിക്കുന്നത് നാളെ ഒരുപക്ഷെ തിന്മയായി നിയമനിർമ്മാണങ്ങൾ നടന്നേക്കാം. അവിടെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു താബിഈകളായ ചില ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ആ ചരിത്രം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു താബിഈകളായ ആളുകളെ ചേർത്ത് വിളിച്ചിട്ട് ചില ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവിടുന്ന് പറയാൻ, ഇന്നക്കും ലതഅമലൂന അഅമാലൻ, നിങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിയ അദഖു ഫീ അഅയുനിക്കും മിനശ്ശഅരി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു മുടിനാരു പോലെയാണ്. ഒരു മുടിയുടെ വില പോലുമില്ലാത്ത വിധം ആ തിന്മകളെ നിങ്ങൾ കാണുന്നു. ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, ഞങ്ങൾ വൻ പാപങ്ങളിൽ കണ്ടിരുന്ന പലതും ഇന്ന് നിങ്ങൾക്ക് ഒരു മുടിനാരിന്റെ വില പോലുമില്ല എന്ന് താബിഈകളെ വിളിച്ചിട്ട് സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ സ്വഹാബിമാര് വലിയ തിന്മയായി കണ്ടിരുന്ന, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്ന, മൂബിഖാത്തിൽ പെടുത്തിയിരുന്ന പലതും ഇന്ന് നമുക്ക് നിസാരമാണ്. നമുക്ക് ന്യായമുണ്ട്, അത് ഇന്നയാൾ അതിലുണ്ടല്ലോ, ഇന്നയാൾ അവിടെയുണ്ടല്ലോ, ഇന്നയാൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ന്യായം കണ്ടെത്തുന്നു. തിന്മകളെ നിസാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, മാറാൻ കഴിയണം. നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ കുടുംബത്തെ മാറ്റാൻ കഴിയണം. നമ്മുടെ കുടുംബം മാറിയാൽ നമ്മുടെ സമൂഹം ഇങ്ങനെ മാറി അത് മാറിക്കഴിയും. അതല്ലാത്ത പക്ഷം പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് നാം എപ്പോഴും പ്രതീക്ഷിക്കേണ്ടി വരും. പടച്ച റബ്ബ് നമുക്ക് ഇന്നു തന്ന ഇസ്സത്തൊരു പക്ഷേ നാളെ നഷ്ടപ്പെട്ടേക്കാം. തിന്മയുടെ പിറകെ പോയാൽ അതിൽ നല്ല ആളുകളായി, മുത്തക്കികളായി, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്നവരായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തൗഫീഖും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.